വെൽക്കം ബാക്ക് ടു yet another video of collegemunshi.com. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ BSc ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു കോഴ്സ് എന്തുകൊണ്ട് നിങ്ങൾ കർണാടകയിൽ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു കോഴ്സാണ്, എന്നാൽ ഇതിന് അതിൻ്റെതായ പരിമിതികളും ഉള്ള ഒരു കോഴ്സാണ്. ഇത് പഠിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ അതിൽ നിന്നും എന്തുകൊണ്ട് നിങ്ങൾ കർണാടക ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വാട്സപ്പ് ചാനൽ ത്രൂ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മറക്കാതെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചാനലിൽ ജോയിൻ കൂടി ചെയ്യുക. BSc ഡയാലിസിസ് എന്ന് പറയുന്നത് വളരെയധികം കോമ്പറ്റീഷൻ കുറഞ്ഞ ഒരു ഫീൽഡാണ്. ഇത് പഠിക്കാനുള്ള കുട്ടികളുടെ എണ്ണവും മറ്റ് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകൾ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. എന്നാൽ ഇവിടെ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരു കോഴ്സ് കൂടിയാണ് BSc ഡയാലിസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളും കിഡ്നി റിലേറ്റഡ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണ്. പലപ്പോഴും ജോലിയുടെ തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ മറ്റ് ഭക്ഷണക്രമത്തിൻ്റെ കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സിനെ അല്ലെങ്കിൽ കാര്യങ്ങളെ എഫക്റ്റ് ചെയ്ത് രോഗത്തിലേക്ക് പോകുന്ന ആൾക്കാരും ആയിരിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇനി ഒരു 5 വർഷത്തിനകത്ത് വളരെയധികം ഫ്യൂച്ചറിസ്റ്റിക് ആകാൻ പോകുന്ന ഒരു കോഴ്സാണ് BSc ഡയാലിസിസ് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ഒരു കോഴ്സിന് വളരെയധികം ഡിമാൻഡുള്ള ഒരു കോഴ്സാണ് എന്ന് നമുക്ക് പറയാനായിട്ട് അത്രയധികം സാധിക്കില്ല. എങ്കിൽ കൂടി ഞാൻ പറഞ്ഞതുപോലെ വരുന്ന ഒരു കാലത്ത് വളരെയധികം ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ്. എന്താണ് ഡയാലിസിസ് എന്നുള്ളത് നിങ്ങളിൽ ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒന്നായിരിക്കും. അതായത് നമ്മുടെ കിഡ്നി അതിൻ്റെ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഫെയിലിയർ ആവുമ്പോൾ, അതായത് കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇംപ്യൂർ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയാതെ കിഡ്നി ഫെയിൽ ആവുന്ന ഒരു ടൈമിൽ ഒരു എക്സ്റ്റേണൽ ഡിവൈസ് കൊണ്ട് നമുക്ക് ആ ഒരു ഡ്യൂട്ടി പെർഫോം ചെയ്യാൻ സാധ്യമാക്കുക എന്നുള്ളതാണ് ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ ചെയ്യുന്നത്. അതായത് ആ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഡയാലിസിസ് ടെക്നീഷ്യൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവൈസ് മാനേജ് ചെയ്യുക, ഇത് സെറ്റ് ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക, പിന്നെ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള കെയർ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവരുടെ ഡ്യൂട്ടിയിൽ പെടുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രാക്ടിക്കൽ നോളജ് നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു കോഴ്സിൽ മാൻഡേറ്ററി ആണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ക്യാമ്പസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ നോളജ്, ക്ലിനിക്കൽ എക്സ്പോഷർ, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, വളരെയധികം വെൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തരുന്ന ക്ലാസ് തുടങ്ങിയവ തരുന്നത് ആയിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള ക്യാമ്പസുകൾ ചൂസ് ചെയ്യാനായിട്ട് പലപ്പോഴും സാധ്യമാകാതെ പോകുന്നുണ്ട്. കാരണം ഈ ഫീൽഡിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതിനെ പറ്റി പ്രോപ്പർ നോളജ് ഇല്ലാതെ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന ഇതിനെപ്പറ്റി എല്ലാം നിങ്ങൾക്ക് അറിയാം, പക്ഷേ അത്തരത്തിലുള്ള ക്യാമ്പസുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഫാക്ടേഴ്സായിട്ട് വരുന്നതാണ്. ഇത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസുകൾ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. പക്ഷെ എന്നാൽ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് കർണാടകയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ക്യാമ്പസുകൾ, അതായത് ബ്രാൻഡ് വാല്യൂ ഉള്ള ടോപ്പായിട്ടുള്ള കോളേജസുകളിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾ നോക്കുന്ന കോളേജിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതുമാത്രമല്ല ഈ ഒരു കോഴ്സിൻ്റെ മേജർ ഫാക്ടർ എന്ന് പറയുന്നത് ഡയാലിസിസ് യൂണിറ്റ് സെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു ഡയാലിസിസ് യൂണിറ്റ് സെൻറ്റർ ഉള്ള ക്യാമ്പസ് ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കരിയറിനെ ഒരുപാട് മികച്ചതായിട്ട് ലീഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ക്യാമ്പസിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റി എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ആകാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉള്ളതാകാം, അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ടോപ്പ് ഹോസ്പിറ്റലുകളുമായിട്ട് പാർട്ട്നേർഡ് ആയിട്ടുള്ളതാകാം. അത്തരത്തിലുള്ള ഒട്ടനവധി കോളേജുകൾ നിങ്ങൾക്ക് കർണാടകയിൽ കാണാനായിട്ട് സാധിക്കും. നമ്മൾ നാട്ടിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുന്ന സമയത്ത് കർണാടകയിൽ ഇതിൻ്റെ എല്ലാം ഓപ്ഷൻസ്, മെയിൻലി മെഡിക്കൽ റിലേറ്റഡ് ഫീൽഡ് പഠിക്കാൻ ഏറ്റവും മികച്ച ഒരു സ്ഥലമാണ് കർണാടക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കുറവും സ്റ്റുഡൻസ് കുറവും ആണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ജോലി സാധ്യതകൾ അതിനനുസരിച്ച് കൂടും എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് മികച്ചതായിട്ടുള്ള ഒരു ക്യാമ്പസിൽ നിന്നാണെങ്കിൽ മാത്രമേ നിങ്ങൾ പഠിച്ചിട്ട് ഉപയോഗം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ പിന്നെ കർണാടകയേക്കാൾ മികച്ചൊരു ഓപ്ഷൻ നിങ്ങൾ തിരക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ ഈ ഒരു കോഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഏതൊക്കെ കോളേജസ് ചൂസ് ചെയ്യാം എന്നുള്ളത്, അതിൽ ടോപ്പ് കോളേജസ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങളെ അറിയാനായിട്ട് ഞങ്ങൾ സഹായിക്കുന്നതാണ്. അപ്പോൾ മറക്കാതെ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. മാത്രമല്ല ഇതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ വാട്സപ്പ് ചാനലിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇനിയുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഓൺ ടൈമിൽ ലഭിക്കുകയുള്ളൂ.